30 വർഷത്തെ പാരമ്പര്യമുള്ള TTM ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തര പരിചരണവുമായി TTM അസ്ലി മോംസ് ക്രാഡിൽ ഇനി പുല്ലങ്കോടും. TTM അസ്ലി മോംസ് ക്രാഡിൽ, പുല്ലങ്ങോട്, കാളികാവ്. നാടിന്റെ നൊമ്പരമായി 14കാരി ആൺ സുഹൃത്തിനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും തുടർന്ന് കൊലപ്പെടുത്തുകയും ചെയ്ത പെൺകുട്ടിയുടെ മൃതദേഹം കരുവാരക്കുണ്ടിലെ വീട്ടിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-നാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ബലാത്സംഗം ചെയ്ത ശേഷം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയായ +1 വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞത്. സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായ മിടുക്കിയാണ് കൊല്ലപ്പെട്ട പെൺകുട്ടി. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. സ്കൂളിലും എത്തിയില്ല. വൈകുന്നേരം 6 മണിയോടെ അമ്മയെ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് വിളിച്ച് വീടിനടുത്തെത്തിയെന്നും പെട്ടെന്ന് വരാമെന്നും പെൺകുട്ടി പറഞ്ഞു. പക്ഷേ രാത്രിയായിട്ടും അവൾ വീടെത്തിയില്ല. ആദിയിലായ വീട്ടുകാർ ഫോണിൽ പലതവണ തിരിച്ചു വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ കുടുംബം പോലീസിനെ അറിയിച്ചു. കരുവാരക്കുണ്ട് പോലീസ് നാടരിച്ചുപെറുക്കി. പരിസരവാസിയായ +1 വിദ്യാർത്ഥിയുമായി പെൺകുട്ടിക്ക് അടുപ്പമുള്ളത് വീട്ടുകാർക്ക് അറിയാമായിരുന്നു. പോലീസ് താക്കീത് ചെയ്ത് വിട്ടതായിരുന്നു കൌമാരക്കാരനെ. പെൺകുട്ടി എവിടെയാണെന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാൻ പോലീസ് 16കാരന്റെ വീട്ടിലെത്തി. അപ്പോഴും ഒന്നും അറിയില്ലെന്നായിരുന്നു പ്രതിയുടെ മറുപടി. പെൺകുട്ടിയുടെ വീട്ടുകാർ വന്ന് ചോദിച്ചപ്പോഴും കൌമാരക്കാരൻ അതുതന്നെ ആവർത്തിച്ചു. മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് 16കാരനെ വീണ്ടും ചോദ്യം ചെയ്തതോടെയാണ് ക്രൂര കൊലപാതകം നാടറിയുന്നത്. വണ്ടൂർ വാണിയമ്പലത്തിനും തൊടിയപ്പുലത്തിനുമിടയിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ വെച്ചായിരുന്നു അരും കൊല. പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നും അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊന്നെന്നുമാണ് പ്രതിയുടെ കുറ്റസമ്മതം. കൃത്യത്തിനു ശേഷം കൌമാരക്കാരൻ ഏറെ ദൂരം നടന്നുപോയ ശേഷം തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു. അതിനുശേഷം സ്റ്റേഷനിൽ പോയിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നെന്ന് വിളിച്ചറിയിച്ചതോടെ വീട്ടുകാരെത്തി കൂട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് പ്രതിയുടെ വീട്ടുകാർ സംഭവം അറിഞ്ഞത്. സ്ഥിരമായി ക്ലാസ്സിൽ കയറാത്ത ആളാണ് കുറ്റസമ്മതം നടത്തിയ വിദ്യാർത്ഥി. ലഹരിക്ക് അടിമയാണെന്ന ആരോപണമുണ്ടെങ്കിലും ഇതിനു മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി രേഖകളില്ലെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.